1959 യുറാൽ പർവ്വതനിരകളിൽ 9 ഹൈക്കർമാർ മരിച്ചു. പക്ഷെ അതെങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യം അതിന്നും ഒരു രഹസ്യമാണ്. അപ്പോ എന്തായിരുന്നു ആ 9 ഹൈക്കർമാരെ കൊടും തണുപ്പിലേക്ക് ഓടിച്ചു മരണത്തിലേക്ക് തള്ളിവിട്ട ആ ഒരു ശക്തി? അന്വേഷകർക്ക് ആദ്യം കിട്ടിയത് അവരുടെ ടെന്റാണ്. വിചിത്രം എന്താന്ന് വെച്ചാൽ അത് ഉള്ളിൽ നിന്നാണ് കീറിയിരുന്നത്. അവരുടെ ബോഡികൾ കിട്ടിയത് മാസങ്ങൾക്ക് ശേഷമാണ്. അതും ക്യാമ്പിൽ നിന്ന് 1 മൈലോളം ദൂരെ ചിതറിക്കിടക്കുന്ന നിലയിൽ. ഒന്ന് ആലോചിച്ചു നോക്കൂ, -30 തണുപ്പില് ഷൂസ് പോലും ഇല്ലാതെയാണ് അവർ ഓടിപ്പോയത്. എന്തിന്? ഇവർ പുതുമുഖങ്ങളൊന്നും ആയിരുന്നില്ല. യുറാൽ പോളിടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളായിരുന്നു ആ സംഘം. ഇനി ഇവരുടെ ഔദ്യോഗിക മരണകാരണം നോക്കിയാലോ, അത് ഈ സംഭവത്തിന്റെ ദുരൂഹത കൂട്ടുകയുള്ളൂ. രക്ഷാപ്രവർത്തകർ അവിടെ എത്തുമ്പോൾ ക്യാമ്പ് ശൂന്യമായിരുന്നു. അവരുടെ സാധനങ്ങളും ഷൂസുമെല്ലാം ടെന്റിൽ തന്നെയുണ്ടായിരുന്നു. മഞ്ഞിലെ കാൽപ്പാടുകൾ നോക്കുമ്പോൾ അവർ സ്വന്തം ഇഷ്ടപ്രകാരം നടന്നുപോയതാണെന്ന് വ്യക്തം. പക്ഷെ 500 മീറ്റർ കഴിഞ്ഞപ്പോൾ ആ പാടുകൾ കാണാനില്ല. ആദ്യത്തെ 5 പേരെ കണ്ടെത്തിയത് മരങ്ങൾക്കിടയിൽ നിന്നാണ്. മരണം കൊടും തണുപ്പ് അഥവാ ഹൈപ്പോതെർമിയ കാരണമായിരുന്നു. പക്ഷേ 2 മാസത്തിനു ശേഷം കണ്ടെത്തിയ അവസാന 4 പേരുടെ കാര്യം കഥ ആകെ മാറ്റിമറിച്ചു. അപ്പോ ഇതാണ് ഇവിടത്തെ പ്രധാന ചോദ്യം. ചിലർ തണുത്തു മരിച്ചു, പക്ഷെ മറ്റുള്ളവർക്ക് ഒരു കാർ ആക്സിഡന്റിന് സമാനമായ പരിക്കുകളായിരുന്നു. അതുമാത്രമല്ല, തെളിവുകൾ കൂടുതൽ വിചിത്രമായി. ചില വസ്ത്രങ്ങളിൽ റേഡിയേഷൻ, ചിലരുടെ ശരീരഭാഗങ്ങൾ കാണാനില്ല. അപ്പോ ഈ വൈരുദ്ധ്യങ്ങളെല്ലാം ഒരുമിച്ച് ചേരുന്ന ഒരു വിശദീകരണം എങ്ങനെ കണ്ടെത്തും? ഇപ്പോഴത്തെ ഔദ്യോഗിക വിശദീകരണം ഒരു ഹിമപാതം അഥവാ അവലാഞ്ച് ഉണ്ടായെന്നാണ്. അതോടെ അവർ ടെന്റ് കീറി പുറത്തുവന്നു. പക്ഷേ ഈ അവലാഞ്ച് തിയറിക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദങ്ങളുണ്ട്. ഇൻഫ്രാസൗണ്ട് പോലുള്ള പ്രകൃതി പ്രതിഭാസങ്ങളാണ് മറ്റൊരു സാധ്യത. ഇത് മനുഷ്യരിൽ യുക്തിരഹിതമായ ഭയം ഉണ്ടാക്കാൻ കാരണമാകും. അല്ലെങ്കിൽ ഒരു സൈനിക പരീക്ഷണം, ആകാശത്ത് കണ്ട ഓറഞ്ച് ഗോളങ്ങളും ആന്തരിക പരിക്കുകളും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോ പ്രശ്നമെന്താണെന്ന് വെച്ചാൽ, ഓരോ തിയറിയും ചില കാര്യങ്ങൾ വിശദീകരിക്കും, പക്ഷേ മറ്റു ചില ചോദ്യങ്ങൾ ബാക്കിയാവും. അതുകൊണ്ടുതന്നെ 1959 അന്വേഷണം അവസാനിപ്പിച്ചത് അജ്ഞാതമായ ഒരു പ്രകൃതിശക്തി എന്ന് പറഞ്ഞുകൊണ്ടാണ്. വളരെ അവ്യക്തമായ ഒരു നിഗമനം. അങ്ങനെ 60 വർഷം കഴിഞ്ഞിട്ടും ഒരൊറ്റ ചോദ്യം മാത്രം ബാക്കിയാവുന്നു. ആ പർവ്വതത്തിൽ അന്ന് രാത്രി ശരിക്കും എന്താണ് സംഭവിച്ചത്? ഒരുപക്ഷെ ഈ ചോദ്യത്തിന് ഒരിക്കലും ഉത്തരം കിട്ടിയെന്ന് വരില്ല.